മുരിങ്ങയ്ക്കായും കൊണ്ട് ഇന്നൊരു തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തെ മാതളം ഞാൻ ചിരണ്ടി എടുത്തതാണ്. 2-3 പച്ചമുളക്, 1 സവാള ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ 1 കൈപ്പിടി തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്രയും ആവശ്യമുണ്ട് ഇതിന്. ഇനിയും തോരൻ തയ്യാറാക്കാൻ പോകാം. സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള അരിഞ്ഞത് വഴറ്റിയെടുക്കുക. കടുക് പൊട്ടി സവാള അരിഞ്ഞത് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. സവാള ഏകദേശം വഴന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മുരിങ്ങയ്ക്കായുടെ മാതളം എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കാം. പണ്ട് കാലത്ത് അമ്മയാണെങ്കിൽ മുരിങ്ങയ്ക്കായുടെ സീസൺ വരുമ്പോൾ ഞങ്ങൾ പിള്ളേർക്കെല്ലാം പൊടി കെട്ടി തരുമ്പോൾ ആ പൊടിക്കകത്ത് പ്രധാനപ്പെട്ട ഒരു കൂട്ടാനായിരുന്നു, ഒരു തോരനായിരുന്നു ഈ റെസിപ്പി. അന്ന് മുരിങ്ങയുടെ ഇല തോരന്, മുരിങ്ങയ്ക്ക കറി, മുരിങ്ങയ്ക്ക തോരന്, പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാവോ അതെല്ലാം ഉണ്ടാക്കി. മുരിങ്ങയ്ക്ക നമ്മുടെ പറമ്പിൽ തന്നെ മരം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണങ്ങിപ്പോയി. ഇപ്പം മേടിക്കേണ്ട ഗതികേടായി. ഇനി ഇതിലേക്ക് ഉപ്പിടണം. കുറച്ച് ഉപ്പിടാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കും. ഇനിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. തേങ്ങ, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കാം. ഇനി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വേവിക്കാം. എന്തായെന്ന് നോക്കാം. ഈ തോരനെല്ലാം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വെന്തിട്ടില്ല. ഇതിലേക്ക് സ്വല്പം വെള്ളമായി ഒന്ന് തളിച്ച് കൊടുക്കുക. മതി, കുറച്ച് മാത്രം തളിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അമർത്തി അടച്ചു വയ്ക്കുക. വേഗം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ റെഡിയായി. ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.